പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പരിശുദ്ധമായ തിരുവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. ഇന്ന് ഈ സമയം ഞാൻ അല്പസമയം ചിന്തയ്ക്കായിട്ട് നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുമ്പോൾ എടുക്കുന്നതായ വചന സന്ദേശമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിനകത്ത് കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ചാണ്. ലോകം അതിൻ്റെ അത്യുച്ചകോടിയിലെത്തി നിൽക്കുകയാണ്. കണ്ടുപിടുത്തങ്ങൾ തകർപ്പനായിട്ട് ലോകത്തരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ, ശൂന്യാകാശത്തിൽ കൊടി നാട്ടിയിട്ടും ചന്ദ്രമണ്ഡലത്തിൽ കാലുകുത്തി നിൽക്കുന്ന ഈ മനുഷ്യൻ ഇതാ പലപ്പോഴും പകച്ചു നിൽക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, ഏത് മേഖലകളിലേക്ക് നമ്മൾ കടന്നുപോയാലും മനുഷ്യരെന്ന് അസ്വസ്ഥരായിട്ട് കാണപ്പെടുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈ ഒരു മേഖലയിലേക്ക് വെളിച്ചം വീശുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിനകത്ത് കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരുന്നത് എന്ന ഒരു ഭാഗം ബൈബിളിലൂടെ ഉദ്ധരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും 3 കാരണങ്ങളാണ് ഇവിടെ ഞാൻ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, മനുഷ്യൻ്റെ പാപമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണം. ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിന് 26-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്: എൻ്റെ യൗവനത്തിലെ പാപം എന്നെ അനുഭവിക്കുമാറാക്കുന്നു. ഭക്തനായിരിക്കുന്ന ഇയ്യോബ് ഇപ്രകാരമാണ് വെളിപ്പെടുത്തുന്നത്: എൻ്റെ യൗവനത്തിലെ നല്ല പ്രായത്തിലെ പാപം എന്നെ അനുഭവിക്കുമാറാക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. 25-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, യൗവനക്കാരനാകുന്ന ദാവീദ് ഇപ്രകാരം വിലപിക്കുകയാണ്: എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ എന്ന്. മനുഷ്യ ജീവിതത്തിൽ പോരാട്ടങ്ങൾ കടന്നു വരുന്നതിൻ്റെ, കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം മനുഷ്യൻ്റെ പാപമാണ്. ഞാൻ ചില ചിന്തകൾ നിങ്ങൾക്കായിട്ട് അതിനോട് ചേർത്ത് നൽകുവാനായിട്ട് ഈ സമയം വിനിയോഗിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് ധ്യാനം നടത്താൻ വേണ്ടി കടന്നുപോയി. ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു പിതാവ് വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചു: അച്ഛൻ, ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരണം, ഞങ്ങളുടെ വീട്ടിലൊരു യോഗം നടത്തണം. ഞാൻ ആ ക്ഷണം സ്വീകരിച്ച് ആ കുടുംബത്തിൽ യോഗം നടത്താൻ വേണ്ടി കടന്നു ചെന്നു. യോഗം കഴിഞ്ഞ് ആളുകൾ മുഴുവൻ പിരിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ അന്തേവാസികളുമായിട്ട് സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നു. ആ കുടുംബത്തിൽ സ്പെഷ്യലായിട്ട് ഒരു യോഗം ക്രമീകരിക്കാൻ കാരണമായി തീർന്നത്, ആ മനുഷ്യൻ്റെ മകൾ വിവാഹം കഴിച്ചിട്ട് വർഷം പലത് കഴിഞ്ഞു, പക്ഷേ ഒരു കുഞ്ഞിനെ അവർക്ക് ലഭ്യമായി തീർന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് ആ കുടുംബത്തിൽ പ്രത്യേകമായ യോഗം ക്രമീകരിക്കാൻ ഇടയായി തീർന്നത്. എന്നാൽ എൻ്റെ കൈവശമിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞാൻ എടുത്തു. ചില സത്യങ്ങൾ അവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും ആ മുറിക്കകത്ത് എന്നോട് ഒരുമിച്ച് സന്നിഹിതരായിട്ടുണ്ട്. ഞാൻ ചില ചോദ്യങ്ങളോട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി ഭർത്താവും ഇങ്ങനെ പറയാനായിട്ട് ഇടയായി തീർന്നു: ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഉടൻ തന്നെ എൻ്റെ എൻ്റെ ഭാര്യ ഗർഭിണിയാകാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇപ്പോൾ ഒരു കുഞ്ഞ് വേണ്ട എന്ന ചിന്ത ഞങ്ങളുടെ മനസ്സിനകത്ത് കടന്നു വന്നു. ദൈവം തന്നതായ കുഞ്ഞിനെ ഞങ്ങൾ അബോർഷനിലൂടെ നശിപ്പിച്ചു കളഞ്ഞു. എന്തിനേറെ പറയുന്നു, അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി വീണ്ടും ഗർഭവതിയാകാനായിട്ട് ഇടയായി തീർന്നു. അപ്പോഴും പിശാചൊരു ചിന്ത അവിടെ ഹൃദയത്തിനകത്ത് മനസ്സിൽ കൊടുത്തു: ഇപ്പോൾ ഗർഭിണിയായാൽ, കുഞ്ഞുണ്ടായാൽ, ഇന്നത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ അടിച്ചു പൊളിക്കുക എന്ന് പറയും. ഇതിന് കഴിയുകയില്ലല്ലോ എന്ന് കരുതി ഈ രണ്ടാമത്തെ കുഞ്ഞിനെയും അവർ അബോർഷനിലൂടെ നശിപ്പിച്ചു കളയാനായിട്ടിടയായി തീർന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം ഈ ദമ്പതിമാർക്ക് ദാനമായി കൊടുത്തു. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം പൈശാചിക പ്രവർത്തന ഫലമായിട്ട് പിശാചിൻ്റെ മന്ത്രത്താൽ ഇവർ ഈ 2 കുഞ്ഞുങ്ങളെയും നശിപ്പിക്കാനിടയായി തീർന്നു. വർഷങ്ങൾ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ആ ദമ്പതിമാർ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് ഒരു കുഞ്ഞിന് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഭവനത്തിൽ
പ്രത്യേകമായിട്ടൊരു യോഗം ക്രമീകരിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ അവരോട് ചോദ്യം ചോദിക്കാനായിട്ട് ഇങ്ങനെ മറുപടി പറയാനായിട്ട് ഇടയായി തീർന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നു. ആ 2 കുഞ്ഞുങ്ങളെയും നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. എന്നാൽ 3ാമത് നിങ്ങൾ ആഗ്രഹിച്ചതായൊരു സമയത്ത് ഒരു കുഞ്ഞിനെ ദൈവം തന്നിരുന്നുവെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിൻ്റെ വില നിർണ്ണയിക്കാൻ, നിശ്ചയിക്കാൻ, അതിനെ ബോധ്യപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ ലഭിക്കാതിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ആ സ്ത്രീയും പുരുഷനും ആ ദമ്പതിമാർ ആ പായിൽ അവിടെ മുട്ടുമടക്കി. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ പെൺകുട്ടി ഗർഭവതിയാകാൻ ഇടയായി തീർന്നു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ അവിവേക നിമിത്തം ദൈവത്തെ ധിക്കരിച്ച് അവിടുന്ന് തന്ന ദാനത്തെ ഞങ്ങൾ നശിപ്പിച്ചത് വഴിയായി അവിടത്തോട് ഞങ്ങൾ പാപം ചെയ്തു. ആ പാപം ഞങ്ങൾ തീർത്ത് ഞങ്ങൾക്ക് തലമുറയെത്തന്ന് അനുഗ്രഹിക്കണമെന്ന് ആ ദമ്പതിമാരെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച് വിശുദ്ധ കുമ്പസാരത്തിലൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇടയായി തീർന്ന വഴിയായി ദൈവം അവരെ മാതാപിതാക്കളാക്കി തീർക്കാൻ ഇടയായി തീർന്നു. ഞാൻ പഠിപ്പിക്കുന്ന വാക്ക് നിങ്ങൾ വളരെ ഗൗരവത്തോടെ കേൾക്കണം. മനുഷ്യ ജീവിതത്തിനകത്ത് കഷ്ടതകൾ വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം മനുഷ്യൻ്റെ പാപമാണ്, മനുഷ്യൻ്റെ കൊള്ളരുതാത്ത പ്രവൃത്തികൾ ആണ്. വീണ്ടും നമുക്ക് ചില മേഖലകളിലേക്ക് പരാമർശിക്കുവാൻ അച്ഛൻ വിനിയോഗിക്കുകയാണ് ഈ സമയം. പലപ്പോഴും പല ആളുകളും രോഗികളായി തീരുകയാണ്. എന്താണ് രോഗത്തിൻ്റെ കാരണങ്ങൾ? എല്ലാ രോഗങ്ങളും പാപത്തിൻ്റെ പരിണതഫലമാണെന്ന് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില മേഖലകൾ മാത്രം പരാമർശിക്കാനായിട്ട് ഈ സമയം വിനിയോഗിക്കുകയാണ്. ക്ഷയരോഗമെന്ന് പറയുന്ന മാരകമായ രോഗം ഇന്ന് പല ജീവിതങ്ങളെയും ഗ്രസിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ക്ഷയരോഗം ഒരു വ്യക്തിയിൽ കടന്നു വരുന്നത്? മാരകമായ പുകവലി നിമിത്തമാണ് ഒരു വ്യക്തിയിൽ ക്ഷയരോഗം കടന്നു വരുന്നത്. ക്ഷയരോഗം കടന്നു വരുന്ന കാരണം പുകവലി നിമിത്തമാണ്. പുകയിലയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന രാസവസ്തു മനുഷ്യനെ രോഗികളാക്കി തീർക്കുന്നു. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും രോഗങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം മനുഷ്യൻ്റെ പാപമാണ്. വീണ്ടും എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗം നമ്മുടെ രാജ്യത്ത് തലയുയർത്തി നിൽക്കുകയല്ലേ? വലിയ വലിയ വികസിത രാജ്യങ്ങൾ ഇന്ന് പകച്ചു നിൽക്കുകയാണ്. എന്താണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഏറ്റവും വലിയ കാരണം? മനുഷ്യൻ്റെ കുത്തഴിഞ്ഞ അരാജകത്വം നിറഞ്ഞ ലൈംഗിക ബന്ധമാണ്. ഇതിനാരാണ് ഉത്തരവാദി? മനുഷ്യൻ്റെ പാപമാണ് അവനെ രോഗിയാക്കി തീർക്കുന്നതെന്ന് എന്നോട് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വീണ്ടും നമ്മൾ സമൂഹത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പല ആളുകൾക്കും കരൾ വീക്കം ബാധിച്ചിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? മനുഷ്യ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തിന്മയാണ് മദ്യപാനം എന്ന് പറയുന്നത്. മദ്യപാന നിമിത്തം, കരൾ വീക്കം നിമിത്തം അനേക ആളുകൾ ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പലപ്പോഴും സംഭവിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ പാപങ്ങൾ നിമിത്തമാണ്. അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ പ്രസംഗത്തിൻ്റെ പോയിന്റ് ഇപ്രകാരമാണ്: മനുഷ്യ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അവൻ്റെ പാപമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് നാം പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്: രണ്ടാമത് മനുഷ്യ ജീവിതത്തിനകത്ത് കഷ്ടതകൾ കടന്നു വരുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്. ഇവിടെ ദൈവത്തിൻ്റെ വചനമാകുന്ന യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ യേശു ഏറ്റവും അധികം സ്നേഹിച്ചതായൊരു കുടുംബമാണ് ബഥാനിയയിലെ ലാസറിൻ്റെ കുടുംബം. ആ കുടുംബത്തിൽ 2 സഹോദരിമാരുണ്ട്. അവർ മാർത്തയും മറിയുമാണ്. എന്നാൽ ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ ക്ഷീണാവസ്ഥനായി, അവ രോഗിയായി കഴിയുകയാണ്. ഈ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു: യേശുവേ, നിനക്ക് പ്രിയനായ ലാസർ ഇത് അധീനമായി കിടക്കുന്നു. യേശു ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. ഒരു ചോദ്യം, അവിടെ ഒരു ഉത്തരം യേശു പറയാനായിട്ടിടയായി തീർന്നു: ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ മരിക്കാനായിട്ടിടയായി തീർന്നു. വലിയ ജനത്തിൻ്റെ സാന്നിധ്യത്തിൽ കല്ലിനകത്ത് കൊത്തിയ കല്ലറയ്ക്കകത്ത് ഈ ലാസർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ശവമഞ്ചം അടക്കം ചെയ്യാനിടയായി തീർന്നു. 2 ദിവസം കഴിഞ്ഞ് യേശു കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരിങ്ങനെ വെളിപ്പെടുത്തി: നാറ്റം വെച്ച് കഴിഞ്ഞിരിക്കുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യേശു തമ്പുരാൻ ഈ പുരുഷാരത്തോടൊരുമിച്ച് ലാസർ എന്ന് പറയുന്ന മൃതനെ അടക്കം ചെയ്ത കുഴിമാടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ കടന്നു ചെന്ന യേശു ഇപ്രകാരമാണ് വെളിപ്പെടുത്തിയത്: ലാസറെ, പുറത്തു വരിക. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഈ മക്കളെ ഇവിടെ ഈ സംഭവം ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഒരു കാര്യം അതുവഴി ഞാൻ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ രോഗിയായി തീർന്നതും
ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കാനിടയായി തീർന്നതും അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസർ രോഗിയായെങ്കിൽ മാത്രമേ, ലാസർ മരിച്ചുവെങ്കിൽ മാത്രമേ മരണത്തിന് മേലും അധികാരമുള്ളതായ ഒരു ദൈവം ഇവിടെ ജീവിക്കുന്നു എന്ന് ഈ സമൂഹത്തിനു മുമ്പാകെ വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ലാസർ രോഗിയാകുകയും ലാസർ മരിക്കാൻ അനുവദിക്കപ്പെടുകയും ചെയ്തത്. രണ്ടാമത്തെ കാരണമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തോട് വെളിപ്പെടുത്തിയത്, മനുഷ്യ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുന്നത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടായിരിക്കാം. നമ്മുടെ ജീവിതം നാം പഠിക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് മനുഷ്യ ജീവിതങ്ങൾക്കകത്ത് കഷ്ടതകൾ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ഈ മക്കളെ, വീണ്ടും നാം തിരുവഴുത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം ഇങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ്, മൂന്നാമത് ജീവിതത്തിനകത്ത് കഷ്ടതകളും പോരാട്ടങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു, എന്നിൽ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ ചെത്തിവെടിപ്പാക്കുന്നു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? എന്നിൽ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ ചെത്തിവെടിപ്പാക്കുന്നു. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുവാനായിട്ടിടയായി തീർന്നു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ മറയൂർ പള്ളിയുടെ വികാരിയായിരുന്നു. ഞാൻ മറയൂരേക്ക് പോകുന്ന ഈ സമയം മൂന്നാർ വഴിയാണ് കടന്നു പോകുന്നത്. പോകുമ്പോൾ എപ്പോഴും കാണുന്നതായ ഒരു രംഗമെന്ന് പറയുന്നത്, ടാറ്റായുടെ തൊഴിലാളികൾ മൂർച്ചയേറിയ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ തേയിലച്ചെടികൾ മുറിച്ച് മാറ്റുന്നത് കാണാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ഞാൻ ബസ്സിനകത്തിരിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്ത് അർത്ഥശൂന്യമായൊരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ പിന്നീട് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, 2 ആഴ്ച കഴിയുമ്പോൾ ആ സ്ഥലത്തൂടെ തന്നെ യാത്ര ചെയ്തപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ടാറ്റയുടെ തൊഴിലാളികൾ മൂർച്ചയേറിയ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചെടികൾ മുഴുവൻ വെട്ടി നശിപ്പിച്ചു. എന്നാൽ 2 ആഴ്ച കൂടി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ മനോഹരമായിട്ട് ഈ ചെടികൾ തഴച്ച് ഫലം നിറഞ്ഞ് പുഷ്പിച്ച് നിൽക്കുന്നത് കാണാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ ചെടികളെ വെട്ടിയതായ സമയത്ത് അതിൻ്റെ തണ്ടുകൾ മുഴുവനും മുറിയാനിടയായി തീർന്നു. ഈ ചെടികളെ മുറിച്ചു മാറ്റിയതായ സമയത്ത് കടന്നു വരുന്നതായ വെയിലും മഴയും ഇതേൽക്കേണ്ടതായിട്ട് കടന്നു വന്നു. എന്നാൽ അല്പം കൂടി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ മനോഹരമായിട്ട് അത് തഴച്ചു വളരുന്നു കാണാനായിട്ട് സാധിക്കുകയാണ്. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, എന്നിൽ കായ്ക്കുന്ന കൊമ്പുകളൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ ചെത്തിവെടിപ്പാക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവൈതലിനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ച് നിർത്തേണ്ടതിനായിട്ട് അവൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു കഷ്ടതകൾ ദൈവം അനുവദിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാം ഈ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ദൈവം നമ്മെ ചെത്തുമ്പോൾ ചോര പൊടിഞ്ഞേക്കാം, വേദന അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ ഇത് കഴിയുമ്പോൾ ഇതിനേക്കാൾ സുന്ദരകരമായൊരു ജീവിതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന സത്യം നിങ്ങളാരും മറന്നു പോകരുത്. ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ എനിക്ക് ആ ഭാഗത്തൂടി വെളിപ്പെടുത്താനായിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിനകത്ത് പ്രിയപ്പെട്ടവരെ, പരീക്ഷകൾ കടന്നു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഞാൻ പിള്ളേരോട് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, പരീക്ഷ വരുന്നത് എന്തിനാണ്? പിള്ളേർ വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, പരീക്ഷ വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്, കഷ്ടത സഹിഷ്ണുതയേതും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ ആദ്യം എൽ കെ ജി കഴിഞ്ഞ് UKG, അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പോലെ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ആധികാരികമായി വെളിപ്പെടുത്തുകയാണ്. 3 ശക്തമായ സന്ദേശങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ വെളിപ്പെടുത്തിയത്. എന്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിനകത്ത് കഷ്ടതകൾ കടന്നു വരുന്നു? ഒന്നാമത്തെ ഉത്തരം, മനുഷ്യൻ്റെ കയ്യിലിരിപ്പ് നിമിത്തം, അവൻ്റെ പാപനിമിത്തം. രണ്ടാമത് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഒരുവൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ കടന്നു വരുന്നു. മൂന്നാമത്, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി കൂടുതൽ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുവൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ കടന്നു വരുമ്പോൾ, പൊടുന്നനവ ചില സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ നാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കണ്ണോടിക്കണം. എന്തുകൊണ്ട് ഇപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചു? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എൻ്റെ പാപങ്ങൾ നിമിത്തമാണോ? എൻ്റെ മദ്യപാന നിമിത്തമാണോ? എൻ്റെ പുകവലി നിമിത്തമാണോ?
എൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ മൂലമാണോ ഞാൻ രോഗിയാകാൻ കാരണം? എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്നോട് സംസാരിക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ സംസാരം കൊണ്ടാണോ? നമ്മുടെ പ്രവൃത്തി കൊണ്ടാണോ? നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ തെറ്റുകൾ നിമിത്തമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പോരാട്ടം കടന്നു വന്നത് എങ്കിൽ നമ്മൾ ആ തെറ്റുകളെ തിരുത്താൻ ശ്രമിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ രണ്ടാമത്തെ മേഖലയിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചു? ദൈവം നമുക്ക് മറുപടി പറയും. എൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് ഈ കഷ്ടതകൾ കടന്നു വന്നത് എന്ന് ബോധ്യമായാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചെയ്യേണ്ടത് ആ സമയം നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിനകത്ത് ഇതാ കല്യാണ നിശ്ചയം കഴിഞ്ഞതായ സമയത്ത് ഒരു ശബ്ദം ഇങ്ങനെ മുഖരിതമാകാൻ ഇടയായി തീർന്നല്ലോ. യൗസേപ്പ് ഇതാണ് ജീവിതത്തിലൂടെ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. ഇതാ കന്യകാമറിയത്തോട് ദൈവത്തിന് ദൂതനാകുന്ന ഗബ്രിയേൽ ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയത്: കൃപ ലഭിച്ചവൾ നിനക്ക് സമാധാനം, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നീ അമ്മയാകാൻ പോകുകയാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ മറിയ ഇങ്ങനെയാണ് ചോദിച്ചത്: ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? മാലാഖ മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത്രേ. ആ വാക്ക് കേട്ടപ്പോൾ പരിശുദ്ധ കന്യകമറിയം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ കർത്താവേ, അങ്ങയുടെ ദാസി, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം അത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടിയിട്ടാണെന്ന് ബോധ്യമായാൽ പരിശുദ്ധ കന്യകമറിയം വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തോട് ഇങ്ങനെ വെളിപ്പെടുത്തണം: ഇതാ ദൈവമേ, ഞാൻ അവിടുത്തെ ദാസി, അവിടുത്തെ ദാസൻ, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന്. ദൈവത്തെ ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാനായിട്ട് ഇടയാക്കി തീർക്കണം. മൂന്നാമത്തെ സന്ദേശം ഇങ്ങനെയായിരുന്നുവല്ലോ: എന്നിൽ കായ്ക്കുന്ന കൊമ്പുകളൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ ചെത്തി വെടിപ്പാക്കുന്നു. പ്രിയപ്പെട്ട ഈ മക്കളെ, ഒരുപക്ഷെ ചെത്തുമ്പോൾ രക്തം വാർന്നു പോകാൻ സാധ്യതയുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറേണ്ട സാഹചര്യങ്ങൾ കടന്നു വരാം. ഒരുപക്ഷെ വേദന തിന്നേണ്ട ഗതികേടുകൾ കടന്നു വരാം. എന്നാൽ ഈ നൊടി നേരത്തേക്കുള്ള ഘട്ടം കഴിയുമ്പോൾ സ്വസ്ഥമായ, ഉണർവുള്ള, ആരോഗ്യകരമായ ഒരു ജീവിതം ദൈവം നമുക്കായിട്ട് വിഭാവനം ചെയ്യുകയാണ്. അതുകൊണ്ട് ജീവിതത്തിനകത്ത് കടന്നു വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പരിതപിച്ച് പിന്നോട്ട് പോകാൻ ഇടയായിത്തീരാതെ, ആത്മഹത്യക്ക് തുനിയാൻ ഇടയായിത്തീരാതെ, ജീവിതത്തിനകത്ത് കടന്നു വരുന്ന വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ തീരുമാനത്തോടെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ജീവിതങ്ങളെ സമർപ്പിച്ച് ജീവിതം നയിക്കുവാൻ നമുക്കിടയാക്കി തീർക്കാം. എൻ്റെ വാക്കുകൾക്ക് ഞാനൊരു വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ ചിന്തയോടെ, ഒരു പുതിയ സമർപ്പണത്തോടെ, ഒരു വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. ജീവിതത്തിൽ ശരവർഷം പോലെ പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ, സാമ്പത്തിക പരാജയങ്ങൾ, രോഗങ്ങൾ അടിക്കടി കടന്നു വരുമ്പോൾ ആത്മഹത്യയിലേക്ക് ശ്രമിക്കാൻ ഇടയായിത്തീരാതെ, ഒളിച്ചോടാൻ ഇടയായിത്തീരാതെ, ജീവിതത്തെ അവസാനിപ്പിക്കാൻ ഇടയാക്കി തീർക്കാതെ, മറ്റാരും പഴി പറയാൻ ഇടയായിത്തീരാതെ, അനാവശ്യമായി കുറ്റപ്പെടുത്തൽ ചൊരിയാൻ ഇടയായിത്തീരാതെ, ജീവിതത്തിൽ ഉത്തരം കണ്ടെത്തേണ്ട മേഖലയിലേക്ക് കടന്നു എന്ന് ഉത്തരം കണ്ടെത്തി ക്ഷമിക്കുവാനും സഹിക്കാനും പൊറുക്കേണ്ടത് പൊറുക്കുവാനും ഇടയാക്കി തീർത്തുകൊണ്ട് ജീവിതങ്ങളെ കരിപ്പിടിപ്പിച്ചുകൊണ്ട് സാക്ഷ്യമുള്ളൊരു ജീവൻ നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചന സന്ദേശം വഴിയായി താങ്കൾക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരു തീരുമാനമെടുക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അച്ഛൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ ചേർത്തടയ്ക്കാം, ശിരസ്സുകളെ കുനിക്കാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഈ അനുഗ്രഹിതമായ ദിവസത്തിന് നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ സമയം അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ വ്യക്തമായൊരു സന്ദേശം എനിക്കായിട്ട് പങ്കുവച്ചല്ലോ. മനുഷ്യ ജീവിതത്തിൽ പോരാട്ടങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ, മനുഷ്യ ജീവിതം അസ്വസ്ഥമായി തീരുന്നതിൻ്റെ കഷ്ടകാലങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്നതിൻ്റെ അടിസ്ഥാനപരമായ 3 കാരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലെന്നെ ബോധ്യപ്പെടുത്തി. കർത്താവേ, ഒന്നാമത്തെ കാരണം മനുഷ്യന് പാപനിമിത്തമാണെന്നാണല്ലോ പഠിപ്പിച്ചത്. രണ്ടാമത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനായിട്ടാകുന്നു എന്ന്. മൂന്നാമത് കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടെന്ന്. കർത്താവെ, ഞാൻ പലപ്പോഴും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇടയായിത്തീരാതെ ഞാൻ പലരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലരെയും വകവരുത്തിയിട്ടുണ്ട്, ഞാൻ പലർക്കുമെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കി, ദൈവമേ, എൻ്റെ കുറ്റങ്ങൾ നിമിത്തമാണല്ലോ, എൻ്റെ കുറവുകൾ നിമിത്തമാണല്ലോ ഞാൻ പരാജിതനായി തീർന്നിരിക്കുന്നത്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നത്, ഞാൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ നിന്ദിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ അസ്വസ്ഥനായി തീർന്നിരിക്കുന്നത്. എൻ്റെ കുറവുകൾ ദൈവമേ
അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ രോഗിയായതിൻ്റെ കാരണം മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഒരു മദ്യപാനിയാണ് ഞാൻ ദൈവമേ. അതുകൊണ്ടാണ് എൻ്റെ കരൾ വീക്കം എനിക്ക് സംഭവിക്കപ്പെട്ടത്. എൻ്റെ ശരീരം ഇങ്ങനെ അസ്വസ്ഥമാകാൻ കാരണം ഞാൻ പുകവലിക്കാരനായതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഈ അസ്വസ്ഥതെല്ലാം കടന്നു വന്നതിൻ്റെ കാരണം ഞാനൊരു പാപിയായതുകൊണ്ടാണ്. എൻ്റെ പാപങ്ങളെ അങ്ങേ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. ആ പരിശുദ്ധമായ തിരുരക്തം കൊണ്ട് എൻ്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് കഴുകി എന്നെ വിശുദ്ധീകരിച്ച് ദൈവമേ നിന്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ എന്നെ അവിടെ ഒരുക്കണമേ. സ്നേഹിതരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും ദൈവകൈകളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അസ്വസ്ഥതകളിൽ ചോദ്യം ചെയ്യാനിടയായി തീരാതെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ, അവിടുത്തെ മുമ്പാകെ അടിയറ വെച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഇതാ ദൈവമേ, അവിടുത്തെ ദാസൻ, അവിടുത്തെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. ആ ഒരു വലിയ തീരുമാനത്തോടെ, ആ ഒരു വലിയ സമർപ്പണത്തോടെ, ആ ഒരു വലിയ പ്രത്യാശയോടെ ജീവിതം തമ്പുരാന്റെ മുമ്പാകെ തിരുമുൽക്കാഴ്ച സമർപ്പിച്ചുകൊണ്ട് സാക്ഷ്യമുള്ള മൂല്യമുള്ള ജീവൻ നയിച്ച് ആരെയും കുറ്റം വിധിക്കാനിടയായി തീരാതെ കുറ്റങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് മഹത്വം കരയേറ്റുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സാക്ഷ്യമുള്ള ജീവൻ നയിക്കുവാൻ ഞാനിതാ ഒരുങ്ങുകയാണ്. അങ്ങേ കേളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മനിലേക്ക് അയച്ച് സാക്ഷ്യത്തോടെ എന്നെ അനുഗ്രഹിക്കണമേ. സകല നന്മകളാലും ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. കുടുംബ തലമുറട്ട് അനുമാനിക്കണമേ. സകലത്തെ മേൽപ്പിക്കുന്നു. സകല മഹത്വം അവനോട് മാത്രം എടുക്കണം. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.